ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇമേജ് ത്രെഷോൾഡിങ്ങിലെ അഡാപ്റ്റീവ് ത്രെഷോൾഡിംഗ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ ത്രെഷോൾഡിംഗ് ആണ്. സിമ്പിൾ ത്രെഷോൾഡിങ്ങിൽ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ പിക്സലിനും അത് ബാധകമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഗ്ലോബൽ ത്രെഷോൾഡിംഗ് എന്നും വിളിക്കാം. ഉദാഹരണമായി നമുക്കിതുപോലെ ഒരു ഇമേജ് ആണെങ്കിൽ ഓരോ ഇമേജിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത ലൈറ്റിംഗ് കണ്ടീഷനാണുള്ളതെങ്കിൽ അത്തരം ഇമേജസ് നമ്മൾ ത്രെഷോൾഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം സിമ്പിൾ ത്രെഷോൾഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും ലഭിക്കുക. സോ അതിന് ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ത്രെഷോൾഡിംഗ് ആണ് അഡാപ്റ്റീവ് ത്രെഷോൾഡിംഗ്. സോ അഡാപ്റ്റീവ് ത്രെഷോൾഡിങ്ങിൽ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഓരോ ചെറിയ റീജിയണും ഈ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ചെറിയ റീജിയൻ, അതുപോലെ ഈ ഭാഗത്ത് ഒരു ചെറിയ റീജിയൻ, അതുപോലെ ഈ ഒരു ഇമേജിനെ വ്യത്യസ്ത ചെറിയ പാർട്ടുകളാക്കി മാറ്റിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു ത്രെഷോൾഡിംഗ് ആയിരിക്കും ആ ഭാഗത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ത്രെഷോൾഡിംഗ് നമ്മൾ കൊടുക്കുന്നതല്ല, നമ്മൾ ആ ഏരിയ മാത്രം സെലക്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ത്രെഷോൾഡിംഗ് അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് നമുക്ക് ഏത് തരത്തിലാണോ വേണ്ടത് അതുപോലെ ഒരു തരത്തിലുള്ള ത്രെഷോൾഡിംഗ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ അഡാപ്റ്റീവ് ത്രെഷോൾഡിംഗ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു ത്രെഷോൾഡ് വാല്യൂ കൊടുക്കുന്നതായിരിക്കില്ല. സോ ഈ ഫംഗ്ഷൻ തന്നെ ഓരോരോ റീജിയൻ സെലക്ട് ചെയ്ത് ചെറിയ റീജിയൻ സെലക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ളൊരു ത്രെഷോൾഡ് വാല്യൂ ഓട്ടോമാറ്റിക്കലി കണ്ടെത്തി അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് cv.adaptive threshold എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ സിമ്പിൾ ത്രെഷോൾഡിംഗ് ആണ് നമ്മൾ ആ ഒരു ഇമേജിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ sudoku.jpg ഈ ഒരു ഇമേജാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ സിമ്പിൾ ത്രെഷോൾഡിംഗ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച സിമ്പിൾ ത്രെഷോൾഡിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും ലഭിക്കുക. നമുക്കൊരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് ലഭിക്കുന്നതായിരിക്കില്ല. നമ്മൾ സിമ്പിൾ ത്രെഷോൾഡിംഗ് ഗ്ലോബൽ വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കില്ല. അതിന് കാരണം നമ്മൾ കൊടുക്കുന്ന ത്രെഷോൾഡ് വാല്യൂ ഈ ഇമേജിൽ ഓരോ പിക്സലിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമ്മൾ അഡാപ്റ്റീവിൽ ചെറിയ റീജിയനുകൾ സെലക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റീജിയനനുസരിച്ചിട്ടുള്ള ത്രെഷോൾഡ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാം, ഇത്രയും ഭാഗം ഇവിടെയും ഡിലീറ്റ് ചെയ്യാം. നമ്മളിതൊരു വേരിയബിളിലോട്ട് ത്രെഷോൾഡ് ഇമേജ് നമ്മളൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് cv.adaptive threshold എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ്. ഇതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് തന്നെയാണ്. സോ നമ്മൾ നമ്മുടെ ഇമേജ് കൊടുക്കുന്നു img. രണ്ടാമതായി കൊടുക്കേണ്ടത് നമ്മുടെ മാക്സിമം വാല്യൂ ആണ്. സോ മാക്സിമം വാല്യൂ നമ്മൾ നോർമലി 255 ആണ് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ത്രെഷോൾഡ് വാല്യൂ കൊടുക്കുന്നില്ല, നമ്മൾ മാക്സിമം വാല്യൂ മാത്രമാണ് കൊടുക്കുന്നത്. മൂന്നാമതായി അഡാപ്റ്റീവ് മെത്തേഡാണ്. സോ രണ്ട് തരത്തിലുള്ള അഡാപ്റ്റീവ് മെത്തേഡ് ഉണ്ട്. സോ മീനും അതുപോലെ ഗോഷ്യനും ഉണ്ട്. സോ നമ്മളിവിടെ ഗോഷ്യനാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. സോ നമ്മളിവിടെ cv.adaptive threshold ഗോഷ്യൻ സി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ് നമ്മൾ അഡാപ്റ്റീവ് മെത്തേഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കേണ്ടത് ത്രെഷോൾഡ് ടൈപ്പ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ബൈനറി ഇൻവേഴ്സ് തുടങ്ങിയ ത്രെഷോൾഡ് ടൈപ്പ് നമുക്കിവിടെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്നത് cv.threshold ബൈനറി ആണ്. അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യേണ്ട നെയ്ബർഹുഡ് ബ്ലോക്ക് സൈസ് അഥവാ നെയ്ബർഹുഡ് പിക്സൽസ് ആണ്. നമ്മളിവിടെ ഒരു 77 കൊടുക്കുന്നു. അതിനുശേഷം കോമ കൊടുത്ത ശേഷം നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൂടി കൊടുക്കേണ്ടതുണ്ട്. ഈ രണ്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ആ ഒരു ഇമേജ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ തൽക്കാലം ഇത് 5 കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഷോ ചെയ്യിക്കാം, താഴെ വരാം. താഴെ വന്നതിന് ശേഷം നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിവിടെ അഡാപ്റ്റീവ് എന്ന് കൊടുക്കാം, അഡാപ്റ്റീവ്. അതിനുശേഷം നമുക്ക് ത്രെഷോൾഡ് 1 എന്ന് കൊടുക്കാം, ത്രെഷോൾഡ് 1. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, നമുക്ക് വളരെ ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ത്രെഷോൾഡ് ചെയ്തിട്ടുള്ള ഇമേജ് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്, ഇതാണ് നമ്മൾ അഡാപ്റ്റീവ് ത്രെഷോൾഡിങ്ങിലൂടെ ലഭിച്ചിട്ടുള്ള ഇമേജ്. നമുക്കിത് ഓരോ ഇമേജിൽ വ്യത്യസ്ത ലൈറ്റിംഗ് കണ്ടീഷനുള്ള ഇമേജുകളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മളിത് നോർമൽ സിമ്പിൾ ത്രെഷോൾഡിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. സോ നമ്മളിവിടെ റിട്ടേൺ thresh2 നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ cv.threshold എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ചെയ്യാൻ ആദ്യം നമുക്ക് ഇമേജ് അതിനുശേഷം നമുക്ക് ത്രെഷോൾഡ് വാല്യൂ നമുക്ക് 125 കൊടുക്കാം. അതിനുശേഷം മാക്സിമം വാല്യൂ 255 കൊടുക്കാം. അതിനുശേഷം ടൈപ്പ് നമുക്ക് cv.threshold ബൈനറി കൊടുക്കാം. ത്രെഷോൾഡ് ബൈനറി കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാം. നമുക്കിതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാൻ സാധിക്കും. സോ നമ്മളിവിടെ സിമ്പിൾ എന്ന് കൊടുക്കാം, സിമ്പിൾ. അതിനുശേഷം നമുക്കിവിടെ ത്രെഷോൾഡ് 2 സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഇമേജ്. ഇത് നമ്മൾ സിമ്പിൾ ത്രഷോൾഡ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്. നമ്മൾ അതിൻ്റെ ത്രഷോൾഡ് വാല്യൂ മാറ്റിയാലും നമുക്ക് ഇത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് ലഭിക്കില്ല. ഇതാണ് നമ്മുടെ അഡാപ്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ത്രഷോൾഡ് ചെയ്ത ഇമേജ്. ഈ രീതിയിൽ നമുക്ക് വ്യത്യസ്ത ലൈറ്റിംഗ് കണ്ടീഷനുള്ള ഇമേജുകൾ ത്രഷോൾഡ് ചെയ്യുന്നതിന് നമുക്ക് അഡാപ്റ്റീവ് ത്രഷോൾഡിംഗ് ഉപയോഗിക്കാം. അഡാപ്റ്റീവ് ത്രഷോൾഡിങ്ങിൽ നമ്മളൊരു ത്രഷോൾഡ് വാല്യൂ കൊടുക്കുന്നതായിരിക്കില്ല. നമ്മൾ കൊടുക്കുന്ന റീജിയൻ അനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ത്രഷോൾഡ് വാല്യൂ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യുന്നതായിരിക്കും.